കഴിഞ്ഞ മത്സരത്തോടു കൂടി മോഹൻ ബഗാൻ ഷീൽഡ് ഉറപ്പിച്ചിരുന്നു. എന്നാൽ ഇന്നത്തെ വിജയത്തോടു കൂടി FC ഗോവ അവരുടെ രണ്ടാം സ്ഥാനം ഉറപ്പിക്കുന്നു എന്നുള്ള ഒരു കാര്യം പറയേണ്ടതുണ്ട്. പഞ്ചാബ് FCക്കെതിരെ നേടിയിട്ടുള്ള ഒരു വിജയത്തോടു കൂടി മനോള മാർക്കസ് എന്ന് പറയുന്ന പരിശീലകൻ്റെ അണ്ടറിൽ കഴിഞ്ഞ 4 വർഷങ്ങളിൽ പ്ലേ ഓഫ് കളിക്കാൻ സാധിച്ചു. പ്ലേ ഓഫ് മാത്രം കളിക്കല്ല, ഈ വർഷങ്ങളിലൊക്കെ 2ഉം 3ഉം സ്ഥാനത്ത് ഫിനിഷ് ചെയ്തുകൊണ്ട് സീസണിൻ്റെ അവസാനം വരെ ഒരു ഷീൽഡ് റേസിൽ അല്ലെങ്കിൽ ലീഗ് ടോപ്പേഴ്സ് ആകാനുള്ള ഒരു റേസിലുണ്ടായിരുന്ന ടീമായിരുന്നു മനോലയുടേത് എന്നുള്ളതാണ്. അതിനിടയിൽ അദ്ദേഹത്തിന് ഒരു ട്രോഫിയും ലഭിച്ചിരുന്നു. ഈ ഒരു വർഷം എന്ത് സംഭവിക്കുമെന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം. എന്താണെങ്കിലും മനോല എന്ന് പറഞ്ഞ പരിശീലകൻ ഇന്ത്യയിൽ ഒരു സക്സസ്ഫുൾ ആണ് എന്നുള്ള കാര്യം നമുക്ക് നിസ്സംശയം പറയാൻ സാധിക്കും. ഈ സീസണിൽ ഒരു ട്രോഫിയോടുകൂടി ISL നിന്ന് പടിയിറങ്ങി ഇന്ത്യൻ നാഷണൽ ടീമിൻ്റെ മുഴുവൻ സമയ പരിശീലകൻ എന്ന നിലയിലേക്ക് മാറാൻ കഴിയുമെന്നുള്ളതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. രണ്ടാം സ്പോട്ട് ഗോവ ഉറപ്പിക്കുമ്പോൾ ഇന്ന് പരാജയപ്പെട്ട പഞ്ചാബ് FC എന്താണെങ്കിലും ഇനി പ്ലേ ഓഫ് കളിക്കില്ല. ഒരു കാൽക്കുലേറ്ററും നോക്കാതെ തന്നെ അവർ പുറത്തായി എന്നുള്ളത് നമുക്ക് പറയാൻ സാധിക്കും. ഇനിയിപ്പോൾ നമുക്കറിയാമല്ലോ, ബംഗളൂരു FCയും ജംഷഡ്പൂർ FCയും ഓൾറെഡി പ്ലേ ഓഫ് ഉറപ്പിച്ചതാണ്. ഇനി അവരുടെ സ്ഥാനം എങ്ങനെയെന്നൊക്കെ ഉള്ളതാണ് അറിയേണ്ടത്. കാരണം 3 മുതൽ 6 സ്ഥാനത്ത് വരെയുള്ള ടീമുകളാണല്ലോ ഇനിയിപ്പം പ്ലേ ഓഫ് കളിക്കേണ്ടത്. കാരണം ബാക്കി 2 ടീമുകൾ ഓൾറെഡി സെമി ഫൈനലിലേക്ക് യോഗ്യത നേടി കഴിഞ്ഞു. മോഹൻ ബഗാനും FC ഗോവയും ആദ്യ 2 സ്ഥാനങ്ങളിലെത്തി. അപ്പം 3ഉം 4ഉം സ്ഥാനത്തെത്തുന്ന ടീമിനായിരിക്കും ആ ഒരു പ്ലേ ഓഫ് മത്സരം ഹോസ്റ്റ് ചെയ്യാനുള്ള ഒരു അവസരം ലഭിക്കുക എന്നുള്ളത്. വ്യക്തമായിട്ടുള്ള സാധ്യതയുള്ളത് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിനും മുംബൈ സിറ്റി FCക്കും പിന്നെ ഒഡീഷ FCക്കുമാണ് ഉള്ളതാണ്. എന്നാണെങ്കിൽ 2 സ്പോട്ടാണുള്ളത്. അതിൽ 3 ടീമുകളാണ് മത്സരിക്കുന്നത് എന്നുള്ളത് നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഇപ്പോൾ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിന് 32 പോയിൻ്റാണുള്ളത്. ഇനി 2 മത്സരങ്ങളാണ് അവശേഷിക്കുന്നത്. അവർക്ക് ഇനി നേരിടേണ്ടത് ചെന്നൈയിൻ FCയും ഈസ്റ്റ് ബംഗാളുമാണ്. താരതമ്യേന അത്ര ബുദ്ധിമുട്ടുള്ള ടീമുകളല്ല എന്ന് വേണമെങ്കിൽ പറയാം. എന്നാൽ മുംബൈ സിറ്റി FCക്കും 32 പോയിൻ്റാണുള്ളത്. പക്ഷേ അവർക്ക് 3 മത്സരങ്ങൾ അവശേഷിക്കുന്നുണ്ട്. പക്ഷേ അവരുടെ എതിരാളികൾ മോഹൻ ബഗാൻ, കേരള ബ്ലാസ്റ്റേഴ്സ് ആൻഡ് ബംഗളൂരു FC എന്നുള്ളതാണ്. അത് കുറച്ചും കൂടി ടഫായിട്ടുള്ള ഒപ്പോണൻസാണ്. എസ്പെഷ്യലി മോഹൻ ബഗാൻ ആൻഡ് BFCയുടെ കാര്യം പറയുമ്പോൾ അവർ ഇപ്പം നിലവിൽ അത്യാവശ്യം ഫോമിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം തന്നെയാണല്ലോ ഉള്ളത്. പിന്നെ ഒഡീഷ FCക്ക് 29 പോയിൻ്റാണുള്ളത്. അവർക്കും 2 മത്സരങ്ങളാണ് അവശേഷിക്കുന്നത്. അവർക്ക് മത്സരങ്ങൾ വരുന്നത് മുഹമ്മദിനെതിരെയും ജംഷഡ്പൂർ FCക്കെതിരെയുമാണ്. ഒരു മാച്ച് കുറച്ച് ടഫായിരിക്കും, മറ്റൊരു മാച്ച് കുറച്ച് ഈസി ആയിട്ടുള്ളൊരു മാച്ച് ആയിരിക്കും. സോ ഈ 3 ടീമുകൾക്ക് തന്നെയാണ് എന്താണെങ്കിലും ഏറ്റവും വലിയ സാധ്യത ഉള്ളത് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഇനി നമുക്ക് കാൽക്കുലേറ്റർ വൈസുള്ള കാര്യങ്ങൾ കൂടി നോക്കുമ്പോൾ ആ ഒരു സാധ്യത ഇനിയുള്ള 2 ടീമുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈസ്റ്റ് ബംഗാൾ ആൻഡ് കേരള ബ്ലാസ്റ്റേഴ്സ് ആണ്. ഈസ്റ്റ് ബംഗാളിന് 27 പോയിൻ്റാണ് ഉള്ളത്. അതുപോലെ കേരള ബ്ലാസ്റ്റേഴ്സിന് 24 പോയിൻ്റുമാണുള്ളത്. അപ്പം ഇനി ഇവരുടെ ഒരു സാധ്യത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ 3 പറഞ്ഞ ടീമുകളിൽ ഏതെങ്കിലും 2 ടീമുകൾ പോയിന്റ്സ് ഡ്രോപ്പ് ചെയ്യുകയും അവർ 33 പോയിന്റിലേക്കൊന്നും എത്താതിരിക്കുകയും ചെയ്തിട്ട് ഈ പറഞ്ഞ ബാക്കിയുള്ള മത്സരങ്ങളെല്ലാം ഈസ്റ്റ് ബംഗാളിനും കേരള ബ്ലാസ്റ്റേഴ്സിനൊക്കെ വിജയിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ അവർക്ക് 33 പോയിന്റ് വരെ നേടാനുള്ളൊരു സാഹചര്യമുണ്ട്. അങ്ങനെ ഒരു വിദൂര സാധ്യത മാത്രമാണ് നിലനിൽക്കുന്നത് എന്നുള്ളതാണ്. സോ ദാറ്റ്സ് ഇറ്റ് ഗെയ്സ്. അത് ഞാൻ പറഞ്ഞല്ലോ, ഒരു വിദൂര സാധ്യതയാണ്. അത് കാര്യങ്ങൾ അവരെല്ലാവരും തോക്കണം, ഇവരെല്ലാവരും ജയിക്കണം, എല്ലാ കളിയും ജയിക്കണം, ഒരു പോയിന്റ് പോലും ഡ്രോപ്പ് ചെയ്യാതെ എന്നൊക്കെ പറയുന്നൊരു സാധ്യതയാണ് അവിടെ ഉള്ളത്. ദാറ്റ്സ് ഇറ്റ് ഗെയ്സ്. അപ്പോൾ എന്താണ് നിങ്ങളുടെ ഒപ്പീനിയൻ എന്നുള്ളത് തീർച്ചയായിട്ടും കമ്പോസ് ചെയ്യാൻ ഒരു ഗണേഷൻ സനിയ.